പരിശുദ്ധ ത്രിത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കും ഞങ്ങൾ നിങ്ങളെ ഫലമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടുകൂടെ പോകുവീൻ. ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചവരും ജീവിക്കുന്നവരും നമ്മുടെ കർത്താവിന്റെ ജയമുള്ള സ്ലീബായാൽ രക്ഷിതരും വിശുദ്ധ മാമോദീസായുടെ റോസ്മയാൽ മുദ്രകുത്തപ്പെട്ടവരുമേ ഈ ത്രിത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കും, കുറ്റങ്ങൾ ക്ഷമിക്കും, നിങ്ങളുടെ മരിച്ചുപോയവരുടെ ആത്മാക്കളെ നിത്യം ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാൻ ബലഹീനനും പാപിയുമായ ദാസനാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും സഹായവും പ്രാപിക്കട്ടെ. നിങ്ങൾ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ പോകുവീൻ എന്നും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുവീൻ. ആമേൻ. പിതാവിൻ്റെ ജൂബിലി കടന്നുപോയ കാലത്തിൻ്റെ ഒരു കണക്കെടുപ്പല്ല, മറിച്ച് നീ കരുണയോടെ നൽകിയ ലഭിച്ച കൃപയുടെ നന്ദി സ്മരണവും വരുവാനിരിക്കുന്ന ജീവിതത്തിൻ്റെയും കാലത്തിൻ്റെയും പുതിയ സമർപ്പണവുമാക്കി തീർക്കണമേ. ക്ലമീസ് കാതലിക്ക ബാബയും ഞാനും തമ്മിൽ
എന്തൊക്കെയോ ഒരു കെമിസ്ട്രി ഉണ്ട് രസതന്ത്രമാണ്. അതെനിക്ക് കഴിഞ്ഞ ദിവസം ഒന്നുകൂടി ബോധ്യപ്പെട്ടു. ഞാനൊരു 2 മാസത്തെ അമേരിക്കൻ സന്ദർശനത്തിന് പോയതാണ്. എന്നാൽ 3 ആഴ്ച കഴിഞ്ഞപ്പം പല കാരണങ്ങൾ കൊണ്ടും എനിക്ക് തിരികെ വരേണ്ടി വന്നു. നാട്ടിലെത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത് എന്നെ തിരിച്ചു വരുത്തിയതിൻ്റെ പിന്നിലുള്ള ഒരു ചേതോവികാരം ക്ലിമീസ് കത്തോലിക്ക ബാവായുടെ ഈ ജൂബിലി സമ്മേളനത്തിൽ സംബന്ധിക്കുവാനും കൂടി ആണെന്ന് ബോധ്യപ്പെട്ടു. അത്രമേൽ ആഴമുള്ള ആത്മബന്ധവും സഹോദര സ്നേഹവുമാണ് ക്ലിമീസ് കത്തോലിക്ക ബാവായും ഞാനും തമ്മിലുള്ളത്. അത് വ്യക്തിപരമായ ബന്ധത്തിനപ്പുറം സഭാതലത്തിൽ അദ്ദേഹം എപ്പോഴും കൂടെ നിന്നിട്ടുണ്ട്. വളരെ വിശിഷ്ടരായ ഇന്നത്തെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന സദസ്സിലുള്ള പ്രിയമുള്ള ബഹുമാനം, തിരുമേനിയുടെ മെത്രാഭിഷേകത്തിൻ്റെ രജത ജൂബിലി അവസരത്തിൽ അദ്ദേഹത്തിന് കൂടുതൽ ആയുസ്സും ആരോഗ്യവും കൂടുതൽ നാൾ നമ്മുടെ കേരളത്തെയും ജനങ്ങളെയും സേവിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകണം എന്ന് ആശംസിക്കുകയാണ്. കൂടുതൽ സംസാരിക്കേണ്ട കാര്യമല്ല. അദ്ദേഹം എല്ലാവരും ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്വന്തം ആളാണ് തിരുമേനി എന്ന് തോന്നിപ്പിക്കുന്ന ഒരു വലിയ വ്യക്തിത്വമാണ്. എല്ലാവർക്കും ഏതെങ്കിലും തരത്തിൽ അദ്ദേഹവുമായിട്ടുള്ള ബന്ധം ഒരു കുടുംബാംഗത്തെ പോലെയുള്ള ബന്ധമുള്ളവരാണ്. ഞങ്ങളിവിടെ രാഷ്ട്രീയ പ്രവർത്തകർ ഇവിടെ പറഞ്ഞു ഇടതുപക്ഷത്തിൻ്റെ ഏക പ്രതിനിധി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്ന് DYFIയുടെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായ റാലിയിൽ പങ്കെടുക്കാൻ പോകുന്നതുകൊണ്ടാണ് അദ്ദേഹം എത്താൻ ചെയ്തത്. അദ്ദേഹവും ഇവിടെ ഉണ്ടായിരുന്ന തീർച്ചയായും കഴിഞ്ഞു. ഇടതുപക്ഷത്തിനായാലും കേരളത്തിലെ വലതുപക്ഷത്തിനായാലും എല്ലാവർക്കും തിരുമേനി ഞങ്ങളുടെ ആളാണ് എന്നുള്ള വിശ്വാസമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്ലീമിസ് പിതാവുമായിട്ടുള്ള ബന്ധം ഞാൻ ഓർക്കുന്നത് അത് തുടങ്ങി വെച്ച് തരുന്നത് വലിയ മെത്രോപ്പൊലീത്ത സ്വർഗീയനായ എൻ്റെ സ്വന്തം ക്രിസോസ്റ്റം തിരുമേനി അദ്ദേഹം കൂട്ടിച്ചേർത്ത് തന്ന ബന്ധമാണ്. ഇതിൻ്റെ സർവാദരണീയനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ ദീപം തെളിയിച്ച് അത്യഭിമന്യ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ തിരുമേനിയുടെ മെത്രാഭിഷേക രജത ജൂബിലി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. വേദിയിലെ വിശിഷ്ട അതിഥികൾ എല്ലാവരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചേർന്ന് നിൽക്കുവാൻ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. നമുക്കെല്ലാം പ്രിയങ്കരനായ അഭിവന്ദ്യനായ കർദിനാൾ ക്ലീമീസ് ബാവ തിരുമേനിയുടെ ഈ രജത ജൂബിലി ആഘോഷങ്ങൾക്കായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഞാൻ സത്യത്തിൽ മുഖ്യമന്ത്രിയായിട്ടല്ല ഇവിടെ നിൽക്കുന്നത്, അഭിവന്ദ്യ തിരുമേനിയുടെ ഒരു കൂടപ്പിറപ്പായിട്ടാണ്. ഞാൻ കാണാൻ ചെല്ലുമ്പോഴെല്ലാം സ്നേഹവാത്സല്യങ്ങൾ പകർന്നു തന്ന് ആത്മവിശ്വാസം തന്ന് എല്ലാ പ്രതിസന്ധികളെയും നേരിടാനുള്ള ഊർജം പകർന്നു തരുന്ന അക്ഷരാർത്ഥത്തിൽ എൻ്റെ സഹോദര തുല്യനായ ഒരാളാണ് തിരുമേനി എന്ന് ഞാൻ അഭിമാനത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. പരിചയപ്പെട്ടവർക്ക് എല്ലാവർക്കും അദ്ദേഹം അങ്ങനെ തന്നെയാണ്. മലങ്കര കാത്തോലിക സഭയുടെ കഷ്ടകാലത്തിൽ നിന്ന് അതിനെ കൈപിടിച്ചുയർത്തിയ മാർ ഇവാനിയോസ് തിരുമേനിയുടെ പിൻഗാമിയായി വന്ന് അദ്ദേഹം എല്ലായിടത്തും വെളിച്ചം പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സഭയിൽ ആധ്യാത്മിക രംഗത്ത്, പൊതുരംഗത്ത് അദ്ദേഹം ഇടപെടുന്ന സ്ഥലങ്ങളിലെല്ലാം എല്ലായിടത്തും അദ്ദേഹത്തിൻ്റെ പരിണിതപ്രജ്ഞമായ പ്രവൃത്തി കൊണ്ടും വാക്കുകൾ കൊണ്ടും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ സൗഹൃദത്തിലേക്കും സ്നേഹത്തിലേക്കും ഏത് വിദ്വേഷം നിറഞ്ഞ അന്തരീക്ഷത്തിലേക്കും കൊണ്ടുപോകും. ദൈവികമായ ഒരു സാന്നിധ്യം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള
പ്രവർത്തനങ്ങളും വാക്കുകളുമാണ് അദ്ദേഹം എപ്പോഴും നൽകാറുള്ളത്. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം എനിക്ക് മനസ്സിൽ പെട്ടെന്ന് തോന്നിയത് യെശയ്യാ പ്രവചനം 60-ാം അധ്യായമാണ്. അതിലിങ്ങനെ പറയുന്നു, എഴുന്നേറ്റ് പ്രകാശിപ്പിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിക്കും, അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടും, യഹോവ നിന്റെ മേൽ ഉദിക്കും, യഹോവയുടെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകും.